ഇതുപോലെ മഞ്ഞ് പൊഴിയുന്ന ഒരു ഡിസംബറിലാണ് അയാൾ ആദ്യമായി ഈ നഗരത്തിൽ വന്നിറങ്ങിയത്. അയാളോടൊപ്പം ഭാര്യ ലില്ലിയും മകൾ നയനയും ഉണ്ടായിരുന്നു. മകൾക്കന്ന് 2 വയസ്സേ കാണുള്ളൂ. ഇന്നവൾ ഋതുമതിയാണ്. ഇനി എത്ര കാലം കൂടി പാട്ടുപാടി ജീവിക്കാനാവുമെന്ന് അയാൾക്കറിയില്ല. തൻ്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന പേരാൽത്തറ തന്നെയാണ് ഇന്നും പ്രിയങ്കരമായത്. മരത്തിൻ്റെ വേരുകൾ ചിലത് മണ്ണിലാഴ്ന്ന് അയാൾക്ക് ഒരു വേദി തീർക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മം ഈ മരം ഏതോ സുന്ദരിയായിരുന്നെന്ന് അയാൾക്ക് പലനാളും തോന്നിയിട്ടുണ്ട്. അവളുടെ മുടിയിഴകളാണ് ഈ തൊങ്ങലുകൾ. ഇവിടെ നിന്ന് പാടുമ്പോഴാണ് തൻ്റെ ശബ്ദത്തിന് മാധുര്യം കൂടുന്നത്. തൻ്റെ ഗിത്താർ വായനയിലും പാട്ടിലും മരം മയങ്ങാറുണ്ടെന്ന് അയാൾക്ക് തോന്നും. ഇവിടെ നിന്നാൽ കൺമുന്നിൽ ഉയരത്തിലുള്ള ക്രിസ്ത്യൻ ദേവാലയം കാണാം. വിളിപ്പാട് ദൂരെ റെസിഡൻഷ്യൽ സ്കൂളുണ്ട്. താൻ നിൽക്കുന്നിടത്ത് അതേ വശത്ത് പിന്നിലായി ബാറും നിശാ ക്ലബ്ബും ഉണ്ട്. എത്ര ടിപ് ടോപ്പിലാണ് ഒരു വ്യാഴവട്ടക്കാലം മുൻപ് താൻ ഇവിടെ വന്നിറങ്ങിയത്. പളപളപ്പുള്ള പാൻറ്റും ഷർട്ടും ടൈയും, സ്വർണ്ണ നിറത്തിൽ ഒരു ഹാറ്റും. തങ്ങൾ വന്നിറങ്ങിയ കുതിരവണ്ടി പശ്ചിമഭാഗത്തേക്ക് വളരെ ദൂരെയായി മറഞ്ഞതും ഇളം കറുപ്പാർന്ന മലനിരകളുടെ പശ്ചാത്തലവും ഇന്നും ഒരു സ്വർഗഭൂമിയുടെ ചിത്രം മനസ്സിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരിയ ഇരുൾ വീണിരിക്കുന്നു. കണ്ണഞ്ചുന്ന വിളക്കുകളുമായി കടകളും വണ്ടികളും സജീവമായിരിക്കുന്നു. വളരെ പഴകിയ ഒരു കമ്പിളിയാണ് അയാൾ ഉടുപ്പിന് മീതെ ചുറ്റിയിരിക്കുന്നത്. അങ്ങിങ്ങ് നരച്ച താടി നെഞ്ചോളം വളർന്നിട്ടുണ്ട്. എതിർവശത്ത് അതാ നിൽക്കുന്നു വെളുത്ത് കൊലുന്നനെയുള്ള ഒരുവൾ. ഒരു ഫ്ലൈയിങ് കിസ് തന്നിട്ട് അവൾ ഹിന്ദി പാട്ടിൽ ലയിച്ചു നിൽക്കുന്നു. അവൾ നടന്ന് റോഡ് കുറുകെ കടന്ന് അടുത്തേക്ക് വരുന്നു. അവളുടെ ഭാഷ അയാൾക്ക് മനസ്സിലായില്ല. അവൾ ഗിത്താറിൽ പിടിയിട്ടു. അയാൾ ആലപിച്ച ഗാനം അവളും മനോഹരമായി ഗിത്താറിൽ ഉതിർത്തു. അവർക്കു ചുറ്റും പതിവില്ലാത്ത വിധം ആളുകൾ കൂടി. ഈ നഗരത്തിൽ വരുന്നത് ഏറെയും വിനോദസഞ്ചാരികളാണ്. അയാളുടെ തട്ടകത്തിൽ നാണയങ്ങളുടെ കിലുക്കം. കറൻസികൾ പതുക്കെ ചിറകൊതുക്കി സ്വപ്നം പോലെ വീണു. തനിക്ക് മകൾ നയനയുടെ ജന്മദിനത്തിനുള്ള പാരിതോഷികങ്ങൾ വാങ്ങാനുള്ള ധനം കിട്ടിയിരിക്കുന്നു. അയാൾ വീണ്ടും അടുത്ത ഗാനങ്ങളിലേക്ക് മാറി. ഇടയ്ക്കൊക്കെ നൃത്തച്ചുവടുകൾ വെച്ചു. അവളും അതിനൊത്താടി. ആകാശത്ത് വെള്ളി ചൊരിഞ്ഞ് വാർത്തിങ്കൾ നിന്നു. പള്ളിയും പരിസരവും വർണ്ണാഭമായിരിക്കുന്നു. ഇത് ഏതോ അലൗകിക ലോകം പോലെ അയാൾക്ക് തോന്നി. അതിനിടെ അതുവഴി ഒരു ക്രിസ്തുമസ് കരോൾ സംഘം കടന്നുപോയി. അവളും അവർക്കൊപ്പം നടന്നു. അകലെ നിന്ന് 2-3 തവണ കൈവീശി കാണിച്ചു. അന്ന് രാത്രി മടങ്ങുമ്പോൾ പതിവില്ലാത്ത വിധം ഭാര്യയുടെ നിസ്സംഗതയിലും അലസതയിലും അയാൾക്ക് നീരസം തോന്നി. രാവിലെ ഉണർന്നാൽ ഭാര്യ ലില്ലി താഴെ അരുവിയിൽ പോയി മുങ്ങിക്കുളിച്ചു വരും. നയന വെയിലുറയ്ക്കും വരെ കിടന്നുറങ്ങും. ഇന്നലെയും വീട്ടുവാടക ചോദിച്ചുകൊണ്ട് ഉടമ വന്നിരുന്നു. 3 മാസത്തെ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞ് ഉടമ നന്നേ മുഷിഞ്ഞിട്ടാണ് പോയത്. തന്നോടൊപ്പം അവൾക്കും വന്ന് നഗരത്തിൽ നിന്നൂടെ? അവൾ ഒരു നാളും കൂടിയിട്ടില്ല. നയനെ തൻ്റൊപ്പം അയച്ചിട്ടുമില്ല. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അന്നും ഇന്നും നല്ല സ്വാദുണ്ട്. അതിൻ്റെ ഗന്ധമേറ്റാവും താനും ഉണരുക. തനിക്കൊരു പനി വന്നാൽ എല്ലാം താറുമാറാകും. നയന വളർന്നു വരുന്നുണ്ടെന്ന് അവൾ കൂടെ കൂടെ അയാളെ ഓർമ്മപ്പെടുത്തും. അവൾ തൻ്റെ വിശേഷങ്ങൾ ഒന്നും തിരക്കാറില്ല. പണം എവിടെയെന്ന് ചോദിക്കാൻ അവൾ മറക്കാറില്ല. ഗിത്താറും താനും എല്ലാം വളരെ പഴക്കമായിരിക്കുന്നു. പിറ്റേന്നാൾ പുലർച്ചെ അയാൾ ഇന്നലെ സന്ധ്യയോടെ എത്തിയ സുന്ദരിയെ സ്വപ്നം കണ്ടാണ് ഉണർന്നത്. സ്വപ്നത്തിൽ അവൾ ഒരു മാലാഖയായിരുന്നു. അതിൻ്റെ വിശേഷം ഭാര്യയോട് പറയാൻ പലവുരു തോന്നി. പറഞ്ഞില്ല. പതിവ് പോലെ സന്ധ്യ ഇരുളാൻ തുടങ്ങുന്നു. അയാൾ പേരാലിൻ ചുവട്ടിൽ ആകാംക്ഷയോടെ അവളെ കാത്തുനിന്നു. അതാ അവൾ വീണ്ടും വരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു പനിനീർപ്പൂവുണ്ടായിരുന്നു.
അവൾ അടുത്തു വന്ന പാടെ അത് അയാളുടെ കുപ്പായത്തിൽ തിരുകി വെച്ചു. എന്നാൽ കൂടെ ചേർന്ന് 2 നൃത്തച്ചുവടുകൾ വയ്ക്കാനോ ഗിത്താർ മീട്ടാനോ മുതിർന്നില്ല. അവൾ പോകാൻ തുനിഞ്ഞപ്പോൾ അയാൾ അരുതെന്ന് വിലക്കി. വീണ്ടും മുന്നോട്ടാഞ്ഞപ്പോൾ അവളുടെ കരം ഗ്രഹിച്ചു. അവൾ പ്രതിഷേധിച്ചില്ല. അവളുടെ വലതുകരത്തിനു മീതെ ഒരു ചുംബനം നൽകി. പിന്നാലെ വന്നെത്തിയ കരോൾ സംഘത്തോടൊപ്പം അവൾ ചേർന്നു. അയാൾക്ക് എന്തുകൊണ്ടോ നെഞ്ചിടിപ്പ് കൂടി. ഏതോ സ്വപ്നം അകന്നു പോകും പോലെ. അയാളുടെ പ്രാണൻ അവൾ എടുത്തതുപോലെ. ദൂരെ വളവിനും അപ്പുറം ആ സംഘം മറഞ്ഞിരിക്കുന്നു. അയാൾ അവരെ പിന്തുടർന്നു. എത്ര ദൂരമെന്നറിയില്ല, എത്ര നേരമെന്നറിയില്ല. അയാൾക്ക് വഴിപോലും തെറ്റി. വീട്ടിലെത്തുമ്പോൾ ഭാര്യ തന്നെ കാത്തിരിപ്പുണ്ട്. എന്തേ ലേറ്റായി? നെഞ്ചിൽ തീയായിരുന്നു, അവൾ പറഞ്ഞു. മകൾ നയന ഉറക്കത്തിലാണ്. ആ പനിനീർപ്പൂവ് അവളുടെ കരങ്ങളിൽ വെച്ചു. ഇന്ന് ജന്മദിന സമ്മാനവുമായി താൻ വരുന്നത് നോക്കി രാത്രി കനക്കും വരെ അവൾ കാത്തിരുന്നിരിക്കണം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ബർത്ത്ഡേ കേക്ക് വാങ്ങാൻ മറന്നു. തന്റെ പാട്ടിന് വീണ്ടും നൃത്തച്ചുവടുമായി ആ പെൺകൊടി ഇനി വരല്ലേ എന്നയാൾ പ്രാർത്ഥിച്ചു. തന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് മന്ത്രിച്ചു.